അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരും. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ തയ്യാറെന്ന് മോഹൻലാൽ അഡ്ഹോക് കമ്മിറ്റി അറിയിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടായാൽ പിന്മാറാനും തയ്യാറെന്ന് അറിയിച്ചു. സിദ്ദിഖിന് പകരം പുതിയ ജനറൽ സെക്രട്ടറിയെ ജനറൽ ബോഡി യോഗത്തിനു ശേഷം കണ്ടെത്തും. നിർണായകമായ ജനറൽ ബോഡി യോഗം ഈ മാസം 22-നാണ്. സൈഫിനീസ അലിയാറുണ്ട്. സൈഫിനീസ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു, പിന്നീട് നടന്ന വിവാദങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മോഹൻലാൽ രാജിവെച്ചത്. മോഹൻലാൽ മാത്രമല്ല, കമ്മിറ്റി മുഴുവനായും രാജിവെക്കുകയായിരുന്നു. ഇപ്പോൾ മോഹൻലാലിന്റെ പ്രതികരണം എങ്ങനെയാണ്? ജനറൽ ബോഡി 22 നടക്കാനിരിക്കെ സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസം അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ തയ്യാറാണ് എന്ന് മോഹൻലാൽ അറിയിച്ചത്. അതായത് അഡ്ഹോക് കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന ആവശ്യവും നിർദ്ദേശവും മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് മോഹൻലാൽ തയ്യാറാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മത്സരത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേറൊരാൾ വരണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞ് അവിടെ മത്സരത്തിനൊരു സാധ്യത, ഇലക്ഷൻ ഉണ്ടാവുകയാണ് എങ്കിൽ അങ്ങനെ മത്സരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ താനില്ല. അതല്ലാതെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കുന്നതിന് തയ്യാറാണ് എന്നുള്ള ഒരു മറുപടിയാണ് മോഹൻലാൽ നൽകിയത്. അത് കൂടാതെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. സിദ്ദീഖാണ് രാജിവെച്ചത്. മറ്റുള്ളവരെല്ലാം തന്നെ ഇപ്പോഴത്തെ കമ്മിറ്റി മാറി അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് മാറാം എന്നുള്ളതായിരുന്നു. അങ്ങനെ അഡ്ഹോക് കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദീഖിന് പകരം പുതിയ ആളെ കണ്ടെത്താൻ, അതായത് ജനറൽ ബോഡി യോഗത്തിൽ മോഹൻലാൽ തുടരണം എന്ന നിർദ്ദേശം മുഴുവൻ അംഗങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ് എങ്കിൽ പിന്നീട് മോഹൻലാലിന് തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയെ നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോമിനേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടാകില്ല. അന്ന് വൈകിട്ട് ജനറൽ ബോഡി യോഗത്തിന് ശേഷം ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ തന്നെ പുതിയ ജനറൽ സെക്രട്ടറി ആര് എന്നുള്ള കാര്യത്തിലും തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. ഈ മാസം 22-നാണ് ഇതിന്റെ എല്ലാം തന്നെ നിർണായകമായ ഒരു ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ ചേരുന്നത്. ശരി സൈഫുനീസ.